നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. എന്നാൽ നമ്മളെന്തിനാണ് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നത്? ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ പ്ലേ സ്റ്റോർ പൊതുവായി ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളറിയാത്ത ഒരുപാട് സീക്രട്ട് സെറ്റിങ്സുകൾ പ്ലേ സ്റ്റോറിലുണ്ട്. അത്തരത്തിൽ ഒരു സീക്രട്ട് സെറ്റിങ്സാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് എൻ്റെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു എന്നുള്ള ഒരു കാരണത്തിൽ. നമ്മളെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ തന്നെയാണ്. പ്ലേ സ്റ്റോറിലുള്ള ഇത്തരത്തിലുള്ള ഒരു സീക്രട്ട് സെറ്റിങ്സ് തന്നെയാണ്. അതായത് നമ്മളറിയാതെ തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്മളറിയാതെ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഓപ്ഷൻ മൊബൈൽ ഡാറ്റയിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളെ മൊബൈൽ ഡാറ്റ തീരുന്നത്. വൈഫൈയിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ വൈഫൈ ഉള്ളവർക്ക് വൈഫൈ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ അത്തരത്തിൽ നമ്മളറിയാതെ ആപ്പുകൾ അപ്ഡേറ്റ് ആകുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ആവത്തുള്ളൂ. ഇനി നിങ്ങൾ ഒന്നും ആവേണ്ടെന്ന് കൊടുത്തിട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ മാത്രമേ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആപ്പ് അപ്ഡേറ്റ് ആവത്തുള്ളൂ. അല്ലാതെ പ്ലേ സ്റ്റോർ ഒറ്റയ്ക്ക് ആപ്പ് അപ്ഡേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പലവരും ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എന്താണ് ഇങ്ങനെ പറ്റുന്നത്? അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ ആവുന്ന അപ്ഡേറ്റ് ആവുന്ന ആപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നോ, അല്ലെങ്കിൽ നമുക്ക് വൈഫൈ ഉള്ളവരാണെങ്കിൽ വൈഫൈ ഓൺ ചെയ്യുമ്പോൾ മാത്രം അത്തരത്തിൽ നമ്മളറിയാതെ ആവുന്ന ആപ്പുകൾ അപ്ഡേറ്റ് ഒക്കെ ആയാൽ മതിയെന്ന് ഉള്ളവർ ആണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സെറ്റിങ്സ് എവിടെയാണ് കിടക്കുന്നതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു MK ജോയ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബില്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നിങ്ങളാദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്ക് പ്രിഫറൻസ് ഇവിടെ ഉണ്ട് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കൂടെ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ പറഞ്ഞ ഓപ്ഷൻ ആട്ടോ അപ്ഡേറ്റ് ആപ്സ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പം അപ്ഡേറ്റ് ഓവർ വൈഫൈ ഉള്ളു, അതായത് വൈഫൈ ഓൺ ചെയ്യുമ്പോൾ മാത്രം അത്തരത്തിൽ നമ്മൾ അറിയാതെ അപ്ഡേറ്റ് ആവുന്ന ആപ്പുകൾ അപ്ഡേറ്റ് ആയാൽ മതി എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് ആൾ ആപ്സ് അവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ, അതായത് ഇത്തരത്തിൽ നമ്മളറിയാതെ അപ്ഡേറ്റ് ആവുന്ന എത്ര ആപ്പുകളാണെങ്കിലും വൈഫൈയിലും മൊബൈൽ ഡാറ്റയിലും അപ്ഡേറ്റ് ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് ഉള്ളവരാണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന മൊബൈൽ ഡാറ്റയിൽ മാത്രം അങ്ങനെ ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, അത്തരത്തിൽ നമ്മൾ അറിയാതെ അപ്ഡേറ്റ് ആവുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എനിക്ക് അപ്ഡേറ്റ് ആയി കിട്ടുമല്ലോ, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ല, നമുക്ക് അപ്ഡേറ്റ് അവർ വൈഫൈ ഓൺലി അങ്ങനെയുള്ളവരാണെങ്കിൽ വൈഫൈ ഓൺ ചെയ്യുമ്പോൾ മാത്രം ഇത്തരത്തിൽ നമ്മൾ അറിയാതെ അപ്ഡേറ്റ് ആവാൻ കിടക്കുന്ന ആപ്പുകളാണെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ആവും. അപ്പോൾ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ അപ്ഡേറ്റ് ആവും. ഡോണ്ട് ആട്ടോ അപ്ഡേറ്റ് ആപ്സ്, അതായത് ഇതൊന്നും വേണ്ട, നമ്മളെ ആപ്പ് നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കാണാം. പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യേ വേണ്ട, അങ്ങനെ
അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു ആപ്പും അപ്ഡേറ്റ് ആക്കുകയില്ല, പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുകയില്ല. നിങ്ങൾ തന്നെ സൗകര്യം പോലെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ അപ്ഡേറ്റ് അവർ വൈഫൈ ഓൺലി എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. കാരണം വൈഫൈ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അത് കൊടുക്കുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ അപ്പോൾ ആ സെറ്റിങ്സ് അതാണ്. ഇനി നമുക്ക് എത്ര ആപ്ലിക്കേഷനാണ് നമുക്കിനി അപ്ഡേറ്റ് ആവാൻ ബാലൻസ് കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഇവിടെ പ്രൊഫൈലിലേക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ രണ്ടാമത് അപ്ഡേറ്റ്സ് അവൈലബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ സി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അപ്ഡേറ്റ് ആവാൻ ബാലൻസ് ആയി കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റും ഒറ്റയടിക്ക് തന്നെ ആകുന്നതാണ്. നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഓപ്ഷനാണ് തീരുമാനിക്കുന്നത് ഏത് നെറ്റ് ഓൺ ചെയ്താലും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ അറിയാതെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്ന ഓപ്ഷനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ട, നമ്മൾ തന്നെ ചെയ്തോളാം എന്നുള്ളത് ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ ചില ആപ്പുകൾ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ പലവർക്കും ഈ സെറ്റിങ്സ് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾക്കൊരു വൈഫൈ ഒക്കെ കിട്ടി എന്നുള്ള ആളാണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് കൊടുക്കുക. അപ്പോൾ പെൻഡിങ് ഉള്ള എല്ലാ ആപ്പുകളും അപ്ഡേറ്റ് ആകുന്നതാണ്. ഇനി ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി അപ്ഡേറ്റ് ആവേണ്ട ആപ്പുകളുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ആകുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളെ പ്രശ്നം. ഇത് പലവരും ചോദിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയത്. ആ ഓപ്ഷനാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആ ഓപ്ഷൻ മൊബൈൽ ഡാറ്റയിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ ഇത്തരത്തിൽ അപ്ഡേറ്റ് ആവാൻ ബാക്കിയുള്ള ആപ്പുകളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ആവുന്നതാണ്. അല്ല നമ്മൾ വൈഫൈ ആണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈഫൈ ഓൺ ചെയ്യുമ്പോൾ മാത്രം അത്തരത്തിലുള്ള ആപ്പുകൾ തനിയെ അപ്ഡേറ്റ് ആവുന്നതാണ്. അല്ല നമ്മളൊന്നും ആവണ്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ അതിൽ തലയിടുകയില്ല. നമുക്ക് തന്നെ എല്ലാ ആപ്പുകളും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലേ സ്റ്റോറും നമുക്ക് അത്തരത്തിൽ ഒരു കാരണം ആണ് എന്നുള്ള കാര്യം ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മൊബൈൽ ഡാറ്റയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ സെറ്റിങ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തന്നതേ ഉള്ളൂ. ഈ സെറ്റിങ്സാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് നിമിഷം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഉടനെ തന്നെ നിങ്ങൾക്ക് മറുപടി തന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഉടനെ തന്നെ തന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.